ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പെസഹ ദിവസത്തെ ഉച്ചയ്ക്ക് ഞങ്ങൾ സാമ്പാറും കൊണ്ടാട്ടമുളക് വറുത്തതും ഒക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. രഞ്ജിത്ത് കുറച്ച് നേരം ഉറങ്ങാമെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെയും കൂട്ടി ഉറങ്ങാൻ പോയി. ഞാൻ അപ്പോഴത്തേക്ക് അടിച്ചൊക്കെ വാരി കുളിയൊക്കെ കഴിഞ്ഞ് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് കരുതി. അപ്പം ഞാനൊരു 15 കുഞ്ഞുള്ളിയും ഒരു കുടം വെളുത്തുള്ളി ഒക്കെ എടുത്ത് നന്നായിട്ട് പൊളിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നു. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഈ ഉഴുന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഈ ഉള്ളി വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി പെരിഞ്ജീരകം, പിന്നെ ഞാൻ എടുത്തത് ജീരകം, സാദാ ജീരകം, പെരിഞ്ജീരകം അല്ല, സാദാ ജീരകവും 1 ടേബിൾ സ്പൂൺ എടുത്തു. അതും അരച്ച് ഇതെല്ലാം കൂടെ ആ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട്, പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 തേങ്ങ കേട്ടോ. 1 തേങ്ങയും പിന്നെ അരമുറിയും കൂടെ. തേങ്ങ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, തേങ്ങ ചതച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങയും നന്നായിട്ട് ചതച്ചെടുത്ത് അരച്ചെടുത്ത ഉഴുന്നും ഉള്ളിയും ജീരകവും തേങ്ങയും എല്ലാം മാറ്റി വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ അരിപ്പൊടി ചേർക്കാൻ പോവാം. ഞാൻ ആദ്യമായിട്ട് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി എന്ന് പറയുന്ന നൈസ് വറുത്ത പത്തിരിപ്പൊടി എടുത്തത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ കിട്ടി ഈ ഡബിൾ ഹോഴ്സിൻ്റെ പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അളവൊന്നും അറിയില്ല. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ചോദിച്ചാണ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ 3ാമത്തെ തലമുറ കൈമാറി വന്ന അറിവാട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഞാൻ എല്ലാം കുഴച്ച് റെഡിയാക്കി. പിന്നെ അപ്പച്ചമ്പി വെള്ളവും വെച്ചു. വാഴയില എല്ലാം കീറി ഇങ്ങനെ വെയിലത്ത് മുറത്തി ഞാനൊന്ന് വാടി കിട്ടാൻ വേണ്ടി വെച്ചേ. ഈ വിൻഡോയിൽ എനിക്ക് ഇങ്ങനെ ഉള്ളത് വലിയ ഉപകാരമായി. എനിക്ക് നന്നായിട്ട് വാഴയില വാടി കിട്ടി, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ മാവെല്ലാം നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ രഞ്ജിത്ത് ഉറങ്ങിയല്ലായിരുന്നു, വിളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് രഞ്ജിത്ത് എണീറ്റ് വന്ന് പിന്നെ ബാക്കിയെല്ലാം എനിക്ക് രഞ്ജിത്താട്ടോ ചെയ്തു തന്നത്. അപ്പം പരത്തി രഞ്ജിത്ത് എനിക്ക് കുരിശൊക്കെ വെച്ച് തന്നു. ആ കുരിശ് ആണുങ്ങൾ തന്നെ വെക്കണമെന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അന്നത്തേക്കും രഞ്ജിത്ത് എണീറ്റ് വന്ന് ഫ്രഷായിട്ട് രഞ്ജിത്ത് എനിക്കെല്ലാം ബാക്കി ചെയ്തു തന്നു. കുരിശൊക്കെ വെച്ച് അപ്പച്ചെമ്പിലേക്ക് വെച്ച് അപ്പച്ചെമ്പി വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചായിരുന്നു. എന്നിട്ട് അപ്പച്ചെമ്പ് അടച്ച് ആവി കയറ്റി അപ്പം പുഴുങ്ങാനായിട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ കുരിശപ്പം ദൈവാനുഗ്രഹത്തെ ആവി കയറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എല്ലാം പാകമായി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമേ. പിന്നെ ഇൻട്രിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ രഞ്ജിത്ത് തന്നെയാണ് കേട്ടോ പരത്തിയത്. മാവെല്ലാം ഞാൻ റെഡിയാക്കി, ബാക്കി എനിക്കെല്ലാം ചെയ്ത് തന്നത് രഞ്ജിത്താണ്. അപ്പോൾ പരത്തി 4 കോണും വാഴയിലയുടെ മടക്കി എല്ലാം റെഡിയാക്കി. പിള്ളേർ 2 പേരും നല്ല ഉറക്കമായതുകൊണ്ട് ഈ സമയം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ എല്ലാം ചെയ്യാൻ പറ്റി കേട്ടോ. കുഞ്ഞുങ്ങൾ വഴക്കൊന്നുമില്ല, എന്നാലും അവർ ഉറക്കമായതുകൊണ്ട് സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി. എന്നിട്ട് അത് ഞങ്ങൾ പിന്നെ മുറത്തിലേക്ക് തന്നെ മാറ്റി വെച്ചു. അപ്പം റെഡിയായിട്ട് അതേ അപ്പച്ചെമ്പിൽ തന്നെ വെച്ച് ഇൻട്രിയപ്പം പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി വാഴയിലാക്കിയേക്കുന്നത്. പിന്നെ തേങ്ങ പിഴിഞ്ഞ് പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണ് ഞാൻ. 1 തേങ്ങ, 1.5 തേങ്ങ തന്നെയാണ് പാലിനും എടുത്തേക്കുന്നത്. അപ്പം ജീരകം അപ്പോഴത്തേക്കും ഞാൻ ശർക്കര പാനിയാക്കി. അപ്പോൾ എൻ്റെ ശർക്കരയിൽ ഇങ്ങനെ ജീരകം കിടക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കരയാണ്. അപ്പോൾ അതിൽ സ്പൈസസ് ഈ ചുക്കും ഏലക്കായും ജീരകവും ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ജീരകം അവരെന്തോ ശർക്കര പൊടിക്കാതെ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞാനത് അരിച്ച് പാല് കാച്ചുന്ന പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ സ്പൈസസ് പൊടിക്കാൻ ജീരകവും ഏലക്കായും ചുക്കും എല്ലാം മിക്സി നന്നായിട്ട് പൊടിച്ചെടുത്ത് അപ്പോഴത്തേക്കും രണ്ടാം പാലും ശർക്കരയും കൂടെ രഞ്ജിത്ത് ഇളക്കി തുടങ്ങി തീ കത്തിച്ച്. എന്നിട്ട് പാല് കുറുകാൻ വേണ്ടി 2 സ്പൂൺ അരിപ്പൊടി ഇട്ടു. അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ എണീറ്റു കേട്ടോ. ജസ്ലിനെയൊക്കെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു. ജുവലിനെ രഞ്ജിത്തും എടുത്തു. ഉറക്കം വന്നല്ലേ, അപ്പോൾ അവർ ആദ്യമായിട്ട് കാണുമല്ലേ, എന്താ അപ്പയും അമ്മയും അടുക്കള പരിപാടി എന്നൊക്കെ ചോദിച്ചാണ് ജുവൽ വന്നത്. അങ്ങനെ അവർ സന്തോഷമാണ്, ഇതൊക്കെ കണ്ട് അവർ നിൽക്കുകയാണ്. അങ്ങനെ പാലും പാകമായി പാലിലേക്ക് കുരിശ് വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇൻട്രിയപ്പവും കുരിശപ്പവും പഴവും പാലും എല്ലാം റെഡിയായി. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ 2 പേരും ഉണ്ടാക്കിയതാണെങ്കിൽ നന്നായിട്ട് എല്ലാം കിട്ടി. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് റെഡിയാക്കി പിള്ളേരെ. അവർ 2 പേരും നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്കും ഞങ്ങളും പള്ളിയിൽ പോകാനായിട്ടൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് അപ്പവും മുറിച്ച് പാലും കഴിച്ച് പള്ളിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയാട്ടോ. ഇപ്പോൾ സമയം
6:45 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് 13 കഷ്ണങ്ങളായിട്ട് കുരിശപ്പത്തെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പാലിൽ മുക്കി തന്നു. ഞങ്ങളെല്ലാവരും അത് വളരെ കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിച്ച് കഴിച്ചു. അപ്പം കിട്ടാത്ത ആരെങ്കിലും ഈ പ്രാവശ്യം പെസഹായ്ക്ക് അപ്പവും പാലും കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടട്ടെ കേട്ടോ. ഇത് ചെറുപ്പം തൊട്ടേ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ, അയ്യോ അത് വളരെ വലിയൊരു വിഷമമാണ്. അപ്പം ഞങ്ങൾ കഴിച്ച് ഇനി പള്ളിയിലോട്ട് ഇറങ്ങും. അപ്പോൾ ജോലി പറയുകയാണ് ഈശോപ്പ വെക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെല്ലാം പോയിട്ട് വന്നു. പള്ളി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഓശാനടെന്ന് പറഞ്ഞില്ല 19,000 പേര് കാണുമെന്ന് അച്ഛൻ പറഞ്ഞെന്ന്. കറക്റ്റ് അത്രയും ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു, അതിൽ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നു, 8:30-ക്കായിരുന്നു. നമ്മൾ ഒരു 7:00 ആയപ്പോൾ ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പെസഹാടെ അന്ന് രഞ്ജിത്തിന് ഡ്യൂട്ടി ആയിരുന്നു കറക്റ്റ്. അപ്പോൾ അപ്പം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഭയങ്കര സങ്കടമായിട്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് അപ്പവും പാലും ഒക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പം പാലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം പാലൊക്കെ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അപ്പവും പാലൊക്കെ കൊടുത്തിട്ട് നേരെ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയപ്പോൾ അപ്പോൾ തന്നെ പള്ളി ഫുള്ള് നിറഞ്ഞു. എന്നാലും നമുക്ക് പള്ളിക്കകത്ത് തന്നെ സ്ഥലമൊക്കെ കിട്ടി, നന്നായിട്ട് കുർബാനയൊക്കെ കൂടാൻ പറ്റി. ആരാധനയുണ്ടായിരുന്നു. ആരാധനയെല്ലാം കൂടി പള്ളിയിലും ഉണ്ടായിരുന്നു അപ്പവും പാലും ഒക്കെ. അത് പിന്നെ അച്ഛൻ പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു ബാച്ചിലേഴ്സിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. എന്നാലും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ മേടിച്ചോളൂ. കാരണം നമ്മൾ കഴിച്ചല്ലോ, കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, അതല്ലേ സന്തോഷം. ഇത് കഴിക്കാൻ കിട്ടാതെ വരുന്ന എത്രയോ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ കിട്ടിക്കോട്ടെ കരുതി നമ്മൾ ജസ്റ്റ് അത് വെഞ്ചിരിച്ചതൊക്കെ അല്ലേ എന്ന് ഓർത്ത് ഒരെണ്ണം മേടിച്ചതല്ലാതെ പിന്നെ നമ്മൾ അധികം ഒന്നും മേടിക്കാൻ നിന്നില്ല. എന്നിട്ട് നമ്മളതെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ